സർ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് BJP അടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വനിതാ സംവരണ ബില്ലും അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷനും ഒക്കെ? വലിയ രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഡീലിമിറ്റേഷൻ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ശരിയാണ്, നല്ല കാര്യമാണ് എന്ന് തോന്നാം. കാരണം ജനത്തിൻ്റെ പോപ്പുലേഷൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് MP-മാർ വേണം എന്നുള്ളതാണ്. അതിൽ വലിയ ഇറഗുലാരിറ്റീസ് ഉണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് ആൻഡമാൻ നിക്കോബാറിൽ 50,000 പേർക്കൊരു MP ഉണ്ട്. അതേസമയം തെലങ്കാനയിൽ 25 ലക്ഷം പേർക്കൊരു MP ഉണ്ട്. UP-യിൽ ഏതാണ്ട് 30 ലക്ഷം പേർക്ക് MP ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 18 ലക്ഷം പേർക്കൊരു MP ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ കൂടുതൽ MP-മാരെ വേണം എന്നുള്ളത് താത്വികമായി നമുക്ക് പെട്ടെന്ന് ശരി എന്ന് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയും അതുപോലെ ഉത്തരേന്ത്യയും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്, വലിയ അസംതൃപ്തികൾ ഇപ്പോൾ തന്നെയുണ്ട്. അത് കൂടാനാണ് ഇത് ഗ്രാജ്വലി സഹായിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും 50% ആളുകളെ കൂട്ടിയാൽ ഈ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ കേരളത്തിൽ കൂടാൻ പോകുന്നത് ഏതാണ്ട് 23 MP-മാർ അല്ലെങ്കിൽ 28 MP-മാർ വരെയാണ്. പക്ഷേ അതേസമയം ഉത്തർപ്രദേശിൽ കൂടാൻ പോകുന്നത് 120 MP-മാരായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ഒന്നടങ്കം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 4-5 സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയാൽ പോലും ഇന്ത്യ ഭരിക്കാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഇപ്പം തന്നെ നമ്മൾ ജനസംഖ്യാനുപാതികമായി പല കാര്യങ്ങളും നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ പോപ്പുലേഷൻ കുറച്ച് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പരിഷ്കരണങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നതിലൊക്കെ തന്നെ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് കുറവുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ തന്നെ കൂട്ടുകയും ഇതിനോട് എതിർക്കുന്ന ആളുകൾ, ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാര്യം, ഇത് ഇന്ത്യയെ തന്നെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു ശക്തിയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി വലിയ തോതിലുള്ള വിഭജനം ഇത് സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താത്വികമായി നോക്കുമ്പോൾ ശരിയാണ്. ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും കൃത്യം MP-മാർ അത് ഉണ്ടാവേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് BJPയുടെ മറ്റൊരു BJPയുടെ അജണ്ട എന്ന് പറയുന്നത് 2029-ൽ അവർക്ക് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പണി കൂടി ചെയ്താൽ എളുപ്പമാകും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 303 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് 2024 കുറഞ്ഞു. അപ്പോൾ മോദി ബ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ട്രംപുമായിട്ടുള്ള വിഷയങ്ങളടക്കം നിരവധി വിഷയങ്ങളിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം നടത്തിയാൽ ഒരടുത്ത 25-30 കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ഭരിക്കാം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ ലോങ് ടൈം പ്ലാൻ. അതിനുശേഷം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കൂടി അതൊക്കെ രണ്ടാമതൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP ചെയ്തിരിക്കുന്ന ഒരു പണി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്നു വനിതാ സംവരണത്തെ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 543 സീറ്റുകളുണ്ട്. അതായത് 1952-ൽ നമുക്ക് ഏതാണ്ട് 490-ലധികം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 70-കളിലേക്ക് വന്നപ്പോൾ 518-ഓളം സീറ്റുകളായി. പിന്നീട് 2001-ലെ സെൻസസ് പ്രകാരമാണ് നമുക്ക് 543 സീറ്റിലേക്ക് വന്നത്. അപ്പോൾ 543 സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഈ 543 സീറ്റുകളിൽ 33% സംവരണം ഏർപ്പെടുത്തിയാൽ ഏതാണ്ട് 181-ഓളം സീറ്റുകളിലേക്ക് എന്ത് കിട്ടും? 33.3% സംവരണം ഏർപ്പെടുത്തിയാൽ വനിതകൾക്ക് കിട്ടും. അതിന് BJP തയ്യാറില്ല. BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയിലേക്ക് വരാം. അത് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് 850 സീറ്റുകളാക്കി ഉയർത്തിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടാം ചെയ്യാം, 33% സംവരണം കൊടുക്കാന്നാണ്. അത് എന്തിനാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടിനെയും നമ്മൾ ക്ലബ് ചെയ്യുന്നത്. ആ ക്ലബ് ചെയ്യുന്നതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് അതിനുശേഷം പറയുന്നുണ്ട് നമ്മളെ എല്ലാ മണ്ഡലങ്ങളെയും ഇരട്ടിയാക്കാം, എന്നിട്ട് ഈ പറയുന്ന 33 അല്ല, അവിടെ ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഭരണഘടന, ഇത് പാർലമെന്റിൽ ഇത് പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം 3-2 ഭൂരിപക്ഷം വേണം. പിന്നെ BJP എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന്, അതായത് ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 3 ദിവസത്തേക്ക് അടിയന്തരമായ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൊണ്ട് എന്തിനാണ് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് പരാജയപ്പെടണം. ഇത് കാരണം ഒന്നാമത്തെ വനിതാ സംവരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആത്മാർത്ഥതയില്ല, മനസ്സിലായേ? അത് ഒരാൾക്കില്ല. അപ്പൊ സ്ത്രീവിരുദ്ധമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ത്രീവിരുദ്ധമാണ് എന്നുകൂടി അല്ല, അതുകൊണ്ടല്ല. അതിന്റെ പിന്നിൽ ഒരു ലോങ് ടൈം അജണ്ട ഉണ്ട്, ഒരു ഷോർട്ട് ടൈം അജണ്ട ഉണ്ട്. ലോങ് ടൈം അജണ്ട എന്താ, ഷോർട്ട് ടൈം അജണ്ട എന്താണെന്ന് പറയാം. ഇപ്പൊ തമിഴ്നാട്ടിലും അതുപോലെ ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്.
ഈ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1952 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു വെച്ചാൽ റൂഹി തിവാരിയുടെ ഒക്കെ ബുക്കുകൾ അടക്കം നിരവധി ബുക്കുകൾ അവൈലബിൾ ആണ്, ആർട്ടിക്കിളുകൾ അവൈലബിൾ ആണ്. സ്ത്രീ വോട്ടർമാരിൽ വന്നിട്ടുള്ള വലിയ ചേഞ്ച് ഉണ്ട്. ആ സ്ത്രീ വോട്ടർമാർ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സായി മാറി. നേരത്തെ പുരുഷന്മാർ പറയാനായിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സായി മാറി. പലപ്പോഴും അവരുടേതായിട്ടുള്ള ഐഡിയോളജി ഒന്നും നോക്കാതെ അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു ആവശ്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, വോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് 9,000 രൂപയും 10,000 രൂപയൊക്കെ വീട്ടിലേക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് കിട്ടുമ്പോൾ അവർ വോട്ടിംഗ് മാറ്റി ചെയ്തു. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ നടന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഫണ്ട് കൊടുത്താൽ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. പകരം തമിഴ്നാട്ടിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും ഒക്കെ അത്തരത്തിലുള്ള പല പണികളും സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്ത്രീ വോട്ടേഴ്സിനെ പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ബുദ്ധി എന്ന് പറയുന്നത് വനിതാ സംവരണ ബിൽ. അതായത് കൂടുതൽ വനിതകൾ MP-മാരാകുന്നതിനെ പാർലമെന്റിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അതിഭംഗിയായി ബിൽഡ് ചെയ്യാനായിട്ട് BJPക്ക് കഴിയും. അതിലേക്ക് ചെന്ന് കയറിക്കൊടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്. പ്രതിപക്ഷം പറയേണ്ടിയിരുന്ന ഒരു കാര്യം ഇത് ഇപ്പം തന്നെ നടപ്പാക്കണമെന്നാണ്. 543 ഇപ്പം തന്നെ നടപ്പാക്കണം, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, 2029 വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം തന്നെ നടപ്പാക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ പ്രതിപക്ഷം പറയുന്നില്ല. അങ്ങനെ പ്രതിപക്ഷം പറയില്ല. കാരണം എൻ്റെ വീട്ടിൽ ഒരു അപകടം ഉണ്ട്. എന്താണെന്നറിയാമോ, ഇപ്പോഴെങ്ങനെ നടപ്പാക്കിയ കുറേ MP-മാരുടെ പണി പോകും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അത് അവർ പറയുന്നില്ല. അപ്പോൾ അവർ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞാലും നടപ്പിലാക്കൂല, അത് വേറെ കാര്യം. BJPക്കും അത് എത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് RSSനൊന്നും താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമാണ്. ഈ ഷോർട്ട് ടൈം ഗോളാണ് ഇപ്പം തൽക്കാലം നിലവിലുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിയന്തര സമ്മേളനം വിളിച്ചത്. ലോങ് ടൈമിലേക്കുള്ള ഒരു ഗോൾ കൂടിയുണ്ട്. ആ ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത് 2029 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൂടി മുന്നോട്ട് വെക്കുന്നു. അതായത് ഞങ്ങൾ ഡീലിമിറ്റേഷനൊപ്പം വളരെ ഒരു നല്ല കാര്യം കൂടി ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുക. രണ്ടാമത്തെ ഇതിന്റെ ഒപ്പമുള്ള ഒരു മറ്റൊരു അജണ്ട കൂടിയല്ലേ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, ലോക്സഭയും. അല്ല, അത് മറ്റൊരു വിഷയമാണ്. BJPയുടെ ഒരു അജണ്ട സെയിം തന്നെയല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അല്ല, തമിഴ്നാട് ഇപ്പോൾ ഇലക്ഷനിലേക്ക് പോകുന്നു, ബംഗാൾ ഇലക്ഷനിലേക്ക് പോകുന്നു, കേരളം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമില്ല. അപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ ആ ഒരു ഗവൺമെന്റ് ആയുസുള്ളൂ എന്ന് പറയുമ്പോൾ അതിലും BJPക്ക് ഒരു അത് 3 വർഷത്തെയോ 2 വർഷത്തെയോ 1 വർഷത്തെയോ ആയുസിന്റെ ഒന്നും പ്രശ്നമല്ല. അതിന്റെ പിന്നിൽ മറ്റൊരു അജണ്ടയാണ്. അത് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അതങ്ങനെ 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെ 2 വലിയ ടോപ്പിക്കാണ്. എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ BJPയുടെ ഷോർട്ട് ടൈം ഗോളിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലോങ് ടൈം ഗോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. 2029 തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വരാനിരിക്കുന്ന ഒരു 4-5 തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ സഹായിക്കുന്ന ലെവലിൽ 850 സീറ്റുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും BJPക്ക്. അതിൽ തന്നെ UPയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ മധ്യപ്രദേശും ഒക്കെ തന്നെയുള്ള ഹിന്ദി ബെൽറ്റ് മാത്രം അവർ ഫോക്കസ് ചെയ്താൽ പോലും അവർ വലിയ തോതിൽ വിജയിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് ലോങ് ടൈമിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇഷ്യൂ വളരെ വലുതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇത് വേണ്ടേ, റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ തന്നെ വേണ്ടേ എന്ന് ചോദിച്ചാൽ അത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒറ്റയടിക്ക് സങ്കീർണമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. പിന്നെ BJP ഇതൊന്നും ഇന്നലെ രാത്രിയൊന്നും ആലോചിച്ചതല്ല. പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ തന്നെ ഏതാണ്ട് 900-ഓളം 850-ലധികം സീറ്റുകൾ അതുണ്ട്. ആർക്കും തന്നെ അവിടെ നിൽക്കേണ്ടി വരില്ല എന്നുള്ളത് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും നടപ്പിലാക്കും. അല്ല, BJP എന്നുള്ള ഒരു പാർട്ടിയുടെ ദീർഘവീക്ഷണത്തെ നമ്മൾ സമ്മതിക്കണ്ടേ. ഒരു 2060-ലേക്കും 2070-ലേക്കും വരെ പ്ലാൻ ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് BJP മാത്രമേ ആയിരിക്കുള്ളൂ. തീർച്ചയായിട്ടും. അത് കാരണം ബാക്കിയുള്ള പാർട്ടികളെ സംബന്ധിച്ചോളം ഇപ്പൊ CPM ഒഴികെ ബാക്കിയുള്ള പാർട്ടികൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് BJP ചിന്തിച്ച് തീരും. അല്ല, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അതൊക്കെ BJPയുടെ ഗുണമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ വക്കർ ബുദ്ധിയായിട്ട് കൊടുക്കാം. അതൊക്കെ ആളുകൾ എന്ത് വിധത്തിലും എടുത്തോട്ടെ. പക്ഷെ അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് കടന്ന കൈയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളുകളാണ് എന്നുള്ളത് ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ളൊരു കുത്തകാവകാശം ആർക്കെങ്കിലും ഉണ്ടാകുന്നത് ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിന് ഗുണകരമാവില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ BJPക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഒരു ജനങ്ങളെ അങ്ങൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഉത്തർപ്രദേശിലെ ജനങ്ങളും മധ്യപ്രദേശിലെ ജനങ്ങളും മഹാരാഷ്ട്രയിലെ ജനങ്ങളൊന്നും മാറാൻ അധികം സമയം വേണ്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് UPയിൽ നിന്നാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പുതിയ ആളുകൾ ഉയർന്നു വരും, പുതിയ പാർട്ടികൾ ഉയർന്നു വരും, ജനതകളും ഒക്കെ ഉയർന്നു വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.